വൈക്കം താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ രാമായണ മഹോത്സവം സംഘടിപ്പിച്ചു. NSS യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ലോകനന്മയ്ക്ക് ഉതകുന്ന ഉദാത്തമായ സന്ദേശങ്ങളുടെ കലവറയായ രാമായണം മാനവരാശിയുടെ സമസ്ത പ്രശ്നങ്ങളുടെയും പരിഹാരത്തിനുള്ള സിദ്ധൌഷധമാണെന്ന് വൈക്കം താലൂക്ക് NSS യൂണിയൻ പ്രസിഡന്റ് PGM നായർ കാരിക്കോട് പറഞ്ഞു. വൈക്കം താലൂക്ക് NSS യൂണിയന്റെ നേതൃത്വത്തിൽ വനിതാ യൂണിയൻ, ബാലസമാജ യൂണിയൻ, ആധ്യാത്മിക പഠന കേന്ദ്രം എന്നിവയുടെ ആഭിമുഖ്യത്തിൽ വിവിധ കരയോഗ, വനിതാ സമാജ, ബാലസമാജങ്ങളുടെ സഹകരണത്തോടെയാണ് രാമായണ മാസം അതിവിപുലമായ നിലയിൽ രാമായണ മഹോത്സവം എന്ന നിലയിൽ സംഘടിപ്പിക്കുന്നത്. കടുത്തുരുത്തി 302 നമ്പർ NSS കരയോഗത്തിന്റെ സഹകരണത്തോടെ കടുത്തുരുത്തി ഗൗരീശങ്കരം ഓഡിറ്റോറിയത്തിൽ നടന്ന രാമായണ മഹോത്സവത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രമുഖ ആധ്യാത്മിക പ്രഭാഷക സരിത അയ്യർ രാമായണത്തിന്റെ കാലിക പ്രസക്തി എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. സത്യം എന്താണെന്ന് മനസ്സിലായി. ഇതുപോലെയാണ് ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ. ഞങ്ങളോടൊക്കെ ആചാര്യന്മാർ പറയും, എപ്പോഴൊക്കെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളിലെ ആശയങ്ങൾ പറയുമോ വേദത്തിനെ അടിസ്ഥാനമാക്കി മാത്രമേ പറയാവുള്ളൂ. ഈ വേദത്തിൽ എന്തെല്ലാം ഉണ്ട്? ഗദ്യമുണ്ട്, പദ്യമുണ്ട്, ഗാനമുണ്ട്. പദ്യം എന്ന് പറഞ്ഞാൽ വേദസൂക്തങ്ങളാണ്, മന്ത്രങ്ങളാണ്. ഈ മന്ത്രങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് ചൊല്ലുന്നത്? അപ്പൊ നമുക്ക് രാമായണ മാസമായിട്ട് ബന്ധപ്പെടുത്തി നോക്കാം. ഇപ്പൊ ഇവിടെ ഒരമ്മ രാമായണം പാരായണം ചെയ്തു. ഈ രാമായണം പാരായണം ചെയ്തുകൊണ്ട് നമുക്ക് എന്താ കിട്ടുക? ചിലർക്ക് ഇതൊക്കെ വളരെ വലിയ അസംബന്ധമായിട്ട് തോന്നും. വെറുതെ സമയം കളയാനുള്ള പരിപാടിയാണ്. ഈ സമയം ആർക്കെങ്കിലും ചിലര് മനുഷ്യസ്നേഹികളാണ്, ചിലര് ജീവികളെ വളരെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ അവർ പറയും, വീട്ടിൽ ഇരുന്ന് ചുമ്മാ ഈ പുസ്തകമായിട്ടിരുന്ന് വായിക്കാതെ പുറത്തിറങ്ങി ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്തു കൂടെ ഭൂമിക്ക് ഭാരമായിട്ട് എങ്ങനെ ജീവിക്കണോ എന്ന് ചോദിക്കും. യൂണിയൻ സെക്രട്ടറി അഖിലാർ നായർ, CP നാരായണൻ നായർ, PN രാധാകൃഷ്ണൻ, N മധു, K ജയലക്ഷ്മി, VS കുമാർ, ശ്രീവത്സം വേണുഗോപാൽ, VK ശ്രീകുമാർ, S ജയപ്രകാശ്, B ജയകുമാർ, മീര മോഹൻദാസ്, KN മുരളി, പ്രൊഫസർ കൃഷ്ണകുമാർ, വേണുഗോപാൽ PS, പാല ശ്രീകുമാർ, S മുരുകേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. എല്ലാ കരയോഗങ്ങളിലും നിശ്ചയമായും ആധ്യാത്മിക പഠന കേന്ദ്രങ്ങൾ നടപ്പാക്കി എല്ലാ ഞായറാഴ്ചകളിലും നിങ്ങൾ കൃത്യമായ സമയത്ത് കുഞ്ഞുങ്ങൾക്ക് പാഠഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കണം. പ്രകൃതി നിയമങ്ങളെ കുറിച്ച്, ജീവിത സാഹചര്യങ്ങളെ കുറിച്ച്, ആധ്യാത്മിക ചൈതന്യത്തെ കുറിച്ച്, കുടുംബത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച്, സമൂഹത്തിൽ പെരുമാറുന്നതിനെ കുറിച്ച് നമ്മുടെ ആചാര്യന്മാരുടെ ഭാഗത്തിൽ ഇതെല്ലാം പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് ആധ്യാത്മിക വിഭാഗം ആരംഭിച്ചിട്ടുള്ളത്. ആ ആധ്യാത്മിക വിഭാഗം പ്രവർത്തിക്കുന്ന കരയോഗങ്ങൾക്കുള്ള ഗ്രാന്റ് ബഹുമാനപ്പെട്ട കേന്ദ്രത്തിൽ നിന്നുള്ള ഗ്രാന്റിന്റെ വിതരണവും ഇവിടെ പ്രഭാഷണത്തിന് ശേഷം നടക്കുന്നുണ്ട്. NSS ഹെഡ് ഓഫീസിൽ നിന്നും ആധ്യാത്മിക കേന്ദ്രങ്ങൾക്ക് അനുവദിച്ച ഗ്രാന്റ് യോഗത്തിൽ വെച്ച് വിതരണം ചെയ്തു. തിരുവാതിര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠനം പൂർത്തിയാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു. ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള.